മജീ സാഹിബ് ഉമ്മൊക്കെ പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങള് കുഞ്ഞ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി ജീവിക്കാം. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. സന്തോഷത്തിൽ പോവായിരുന്നു. ഞങ്ങളൊരു 4-5 ആള് മാത്രം അവിടെ ബാക്കിയിട്ടിട്ട് പോയി. അപ്പൊ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ നടന്നത് അല്ലെ. ഏകദേശം 275 മുകളിൽ മരണസംഖ്യ കടന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇനിയും ഇതിന്റെ ഇരട്ടി ആളുകളെ കണ്ടെത്താനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത് അല്ലെ. വയനാട്ടിന് പുറത്തുള്ള ഒരാൾക്കും ഇപ്പൊ വയനാട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും കാലാവസ്ഥ പ്രവചന പ്രകാരം ഇപ്പൊ വയനാട്ടിലെ മഴ യെല്ലോ അലേർട്ട് ആയി കഴിഞ്ഞു അല്ലെ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തത്തിലേക്ക് നയിക്കാനുള്ള മഴ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഇനിയും ഒരുപാട് ഡെഡ് ബോഡികൾ കണ്ടെത്താനുണ്ട് അല്ലെ. ഇപ്പൊ തന്നെ ഏകദേശം മരണസംഖ്യ 225 കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും 500-ന് പുറത്തേക്ക് മരണസംഖ്യ കവിയാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചൊരു ദുരന്തമായി മാറിയേക്കാം. 2018-ലെ വെള്ളപ്പൊക്കത്തിൽ പോലും വെറും 500-ന് താഴെ ആളുകളാണ് മരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ വെറും 3 ദിവസം കൊണ്ട് 225-ന് പുറത്ത് ആളുകൾ മരിച്ചിട്ടുള്ളത്. അവിടെയാണ് ശരിക്കും നമ്മൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയേണ്ടത്. വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് നമുക്ക് വെള്ളം പൊങ്ങി വരുമ്പോൾ അങ്ങ് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടും. പക്ഷെ ഉരുൾപൊട്ടൽ അങ്ങനെയല്ല. മണ്ണും പാറയും ഒരുമിച്ച് അങ്ങോട്ട് കുത്തിയൊലിച്ച് വരലാണ് പതിവ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റും. ഒന്ന് തുമ്മാൻ പോലുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോഴേക്കും നമ്മളെ വന്ന് മൂടിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് പാറൊക്കെ വന്ന് ശരീരത്തിൽ ഇടിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, പൊടി പോലും കിട്ടത്തില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മരണം വർദ്ധിക്കാനുള്ള കാരണവും. ഒരു ഉരുൾപൊട്ടലൊക്കെ വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ ഈ ഉരുൾപൊട്ടലിൽ തന്നെ രക്ഷപ്പെട്ട ആളുകളൊക്കെ ലക്ക് കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരാണ്. ഉരുൾപൊട്ടി ഒലിച്ചു വരുന്ന സമയത്ത് അവരെന്തൊക്കെയോ കാണിച്ചു, ഭാഗ്യം അവരെ തുണച്ച് അവരങ്ങ് രക്ഷപ്പെട്ടു. പക്ഷെ അവർ രക്ഷപ്പെട്ടെങ്കിൽ കൂടി അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് എന്തായാലും അതിൽ രക്ഷപ്പെട്ട 2-3 ആളുകളുടെ അനുഭവങ്ങളൊന്ന് കേട്ടു നോക്കാം. എല്ലാം കഴിഞ്ഞില്ല, നമ്മളെല്ലാം പോയി കഴിഞ്ഞില്ല. അവിടുന്ന് എന്റെ ഉമ്മ എല്ലാരും പോയി. ഉമ്മക്ക് എവിടെയുള്ളത് അവർക്ക് ഒഴിച്ചു പോയി. എന്താ പറയലേ, സ്വന്തം ഉമ്മ ഒലിച്ചു പോയി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. സ്വന്തം മുറ്റവരും ഉടയവരും കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും അല്ലെ. ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നോട്ടുള്ള ജീവിതം എന്തായിരിക്കും? ഉറപ്പായിട്ടും ഒരു മെന്റൽ ട്രോമ തന്നെയായിരിക്കും അത് അവർക്ക് സമ്മാനിക്കുക. അതാണ് ചില നഷ്ടങ്ങൾ നമുക്ക് നികത്താൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നമുക്ക് വേണമെങ്കിൽ വീട് വെച്ച് കൊടുക്കാം. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടവർക്ക് വേണമെങ്കിൽ അത് വീണ്ടെടുത്ത് കൊടുക്കാം. ഇനി ഒരുപാട് പണവും സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ അത് തിരിച്ചെടുത്ത് കൊടുക്കാം. പക്ഷെ ഇതുപോലെ ഒറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? എന്ത് ചെയ്താലാണ് പകരാവുക? അതൊരു ചോദ്യമാണ് അല്ലെ. ഇപ്പൊ ഈ രക്ഷപ്പെട്ടവരിൽ പലരും പറയുന്നത്, എന്തിനാണ് ഞങ്ങളെ മാത്രം ബാക്കി വെച്ചത്, ഞങ്ങളെ കൂടി കൊണ്ടുപോയിക്കൂടായിരുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു മറ്റൊരു അനുഭവം കൂടി കാണാനിട്ടേ എന്തോന്നെ വല്ലാതെ മനസ്സിനെ പിടിച്ചു വെച്ചു എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. കുറ്റവരുമില്ല, ഞങ്ങളെ തളർത്തങ്ങൾ ആലോചിച്ച് നോക്കാണ്. നമ്മൾ എന്ത് പാവം ചെയ്തിരിക്കണത്? ഈ നാട്ടില് ആരും ഒരു പാവം ചെയ്യുന്ന ആൾക്കാരല്ല. അന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ്. അത് എത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്? ഇതിന് നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആരല്ലത്? നിങ്ങൾ പറഞ്ഞു തരും, ഞങ്ങൾക്ക് ആരല്ലത്? എന്റെ വാക്കിലൂടെ എല്ലാവരും ഇത് കേൾക്കുന്നത്. ഇതുവരെ കിട്ടിയിട്ടില്ല. ആരോട് ഞങ്ങൾ പറയുന്നത്? എന്റെ സ്നേഹിതന്മാരും എല്ലാവരും മണ്ണിലടിയിലാണ്. അറിയോ? ഇതൊക്കെ ആരോട് നമ്മൾ സങ്കടം പറയും? വിട്ടവരും എല്ലാവരും പോയി കിടക്കുകയാണ്. ഇനി എന്തിനാണ് ജീവിക്കുന്നത്? ദൈവം ഞങ്ങളെ കൂടി കൊണ്ടുപോയി കൂടെ. ഇതിനെന്തിനാണ് ഞങ്ങൾ എങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്തായാലും ഞങ്ങളും കൂടെ കൊണ്ടുപോയിക്കൂടെ എന്നുള്ളതാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. ഈ ഒരു നിസ്സഹായാവസ്ഥയിൽ ആരായാലും അങ്ങനെ ചോദിച്ചു പോകുന്നുള്ളതാണ്. കാരണം ഇത്രയും കാലം ഒരു കുടുംബമൊക്കെ ആയി അത്രയും നല്ല രീതിയിൽ ജീവിച്ചു പോയവരായിരിക്കും അവരൊക്കെ. പെട്ടെന്ന് ഒരു ദിവസം ഈ കുടുംബം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും. ഭയങ്കര ഭീകരമായിട്ടൊരു അവസ്ഥ തന്നെയായിരിക്കും അത്. ഇവിടെ പുള്ളിക്കാരൻ ഞങ്ങളെയും കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ മയക്കും പിടിച്ചിരുന്ന മാധ്യമ പ്രവർത്തകൻ വരെ കരിയാണ് അല്ലെ. പുള്ളിക്കാരൻ ഇത് പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന അതല്ലേ, ഇനി മുന്നോട്ട് ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേട്ടത്. ഇനി ഇതിനേക്കാളും മനസ്സിന് പിടിച്ചുലയ്ക്കിയ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ 22 പേർ കാണാതായ സംഭവമാണ്. അതുമായി ബന്ധപ്പെട്ട് രക്ഷപ്പെട്ട ഒരാളുടെ വോയിസ് ക്ലിപ്പ് തന്നെ ഞാൻ കേൾക്കാനിടയായി. നമുക്ക് എന്തായാലും അന്ന് കണ്ടോക്കാം. മജീ സാഹിബ് ഉമ്മൊക്കെ പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങള് കുഞ്ഞ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി ജീവിക്കാം. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. സന്തോഷത്തിൽ പോയായിരുന്നു. ഞങ്ങളൊരു 4-5 ആള് മാത്രം അവിടെ ബാക്കിയിട്ടിട്ട് പോയി.
എന്താ പറയല്ലേ. പൊറ്റമലയിൽ നിന്നും ചൂരൽമലയിലേക്ക് മാറി ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ വോയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോ കേട്ടത്. ഏകദേശം 23ഓളം ആളുകളാണ് കുടുംബത്തിൽ നിന്ന് കാണാതായത്. അതിൽ ഹിബ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നിക്കാഹ് ആയിരുന്നു കഴിഞ്ഞ 23-ാം തീയതി. അങ്ങനെ അവരവിടെ വന്ന് താമസം തുടങ്ങിയതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് 36-ാം നാളിൽ കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ആ കുടുംബത്തിൽ 22 പേരങ്ങ് പോയി എന്നുള്ളതാണ്. എന്ത് പറയാനാണ് അല്ലെ. ഇതിനും സമാനമായിട്ടാണ് പ്രിയങ്കയുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടുകാരായിട്ടുള്ള പ്രിയങ്കയുടെ കല്യാണം 3 മാസം മുന്നെയാണ് കഴിയുന്നത്. നന്മണ്ടയിലാണ് പ്രിയങ്ക താമസിക്കുന്നത്. സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയാണ്. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തെ രക്ഷിച്ചു കൊണ്ടുവന്നൊരു പെൺകുട്ടിയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ബിജുവിനെ കിട്ടി വയനാട്ടിലേക്ക് ഇവർ താമസം മാറുന്നത്. ഈ ദുരന്തം സംഭവിക്കുന്നതിന് 2 ദിവസം മുന്നേ പ്രിയങ്ക സ്വന്തം വീട്ടിലേക്ക് പോയതാണ്, കോഴിക്കോടുള്ള. എന്നിട്ട് വീട്ടുകാരോടൊക്കെ സംസാരിച്ച് തിരികെ പോയതാണ്. പിന്നെ ഈ വീട്ടുകാർ കേൾക്കുന്നത് സ്വന്തം മകളുടെ മരണവാർത്തയാണ്. അതിനെക്കുറിച്ച് പ്രിയങ്കയുടെ വീട്ടുകാർ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടുനോക്കാം. പ്രിയങ്ക ഇവിടെ 2 ദിവസത്തിന് മുമ്പ് ഇവിടെ വന്ന് വീട്ടിൽ ഇവിടെ വന്നത് അമ്മനെ വന്ന് കണ്ട് 2 ദിവസം നിന്ന് പോയി. അവൾക്ക് ബാങ്കിൽ ജോലിയുണ്ട്. അപ്പോൾ ആ ജോലിക്ക് വേണ്ടി പോകണമെന്നും പറഞ്ഞിട്ട് അവൻ വന്ന് പിറ്റേ ദിവസം വന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞു. ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. ഈ മോള് എന്ന് പറയുന്നത് പിന്നെ സ്വയം എന്തെങ്കിലും അധ്വാനിച്ചിട്ട് ജീവിതമാർഗം കണ്ടെത്തുന്നതാണ്. അവരെ ഇതിന് മൂപ്പര് പിന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല എന്നല്ല, ഓല് അവർക്ക് വേണ്ടി അവർ തന്നെ അധ്വാനിക്കുന്നത്. ഓക്കെ, അതാണ്. ഇപ്പൊ ആ കുടുംബത്തിൽ നിന്നും പ്രിയങ്കന്റെ മൃതദേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഭർത്താവിന്റെയും ഭർത്തൃ വീട്ടുകാരുടെ മൃതദേഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഏറ്റവും സങ്കടം നൽകിയ വസ്തുത എന്ന് പറയുന്നത് മരിക്കുന്ന സമയത്ത് പ്രിയങ്ക ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ആ സന്തോഷ വാർത്ത വീട്ടിൽ വന്ന് അറിയിച്ചിട്ടാണ് പ്രിയങ്ക തിരികെ പോയത്. ഇത് എത്രത്തോളം ആ കുടുംബത്തിന് താങ്ങാനാവും എന്നുള്ളത് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള മറ്റൊരു അനുഭവം കൂടി ഉണ്ട്. ഇതേപോലെ ഒരു കുടുംബത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് UK-യിലേക്ക് നേഴ്സായി പോയതാണ് ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു അയൽവാസി ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഞാനൊക്കെ എടുത്ത് വളർത്തിയ കൂട്ടത്തിലുള്ള എൻ്റെ അയൽവാസികളിലൊക്കെ പെട്ട ആ കുട്ടീനോടൊക്കെ ഞാൻ ചെറുപ്പത്തിൽ അവരോട് ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്താണ് ഫ്യൂച്ചറിൽ ആഗ്രഹം എന്ന്. അങ്ങനെ ആ കുട്ടി നമ്മളടുത്ത് പറഞ്ഞു, ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേഴ്സാകണം, ആളുകളെ സേവനം ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ എസ്റ്റേറ്റിൽ അവർ അച്ഛനും അമ്മയൊക്കെ തൊഴിലെടുത്ത് ജീവിച്ച് ആ കുട്ടീനെ പഠിപ്പിച്ച് UK-യിൽ ജോബ് കിട്ടി. അവർ അച്ഛൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസം കഴിഞ്ഞപ്പോൾ 1.5 പവൻ്റെ ഈ സമയത്ത് 1.5 പവൻ്റെ സ്വർണ്ണം കൊടുത്തിട്ടാണ്. അച്ഛൻ പറഞ്ഞ് എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല. അത്രയും ഫീലിങ്ങിലാണ് അച്ഛന് അവരുടെ സന്തോഷം നമ്മളടുത്ത് പങ്കെടുത്തത്. ആ അച്ഛനും അമ്മയും അവരെ സഹോദരങ്ങളും അടക്കം എല്ലാവരും പോയി. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആ കുട്ടിയെ ഇവിടേക്ക് റിട്ടേൺ അവരെ കൂട്ടാൻ വേണ്ടി നമ്മൾ എറണാകുളത്തേക്ക് പോകണം. അവൻ്റെയൊക്കെ ഫീലിംഗ് എന്താണെന്നുള്ളത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത്. അതാണ്, നമ്മളിപ്പോൾ ആകെ 2-3 അനുഭവങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്നാലും മീഡിയസിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ മുന്നോട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ്. അത് വളരെ ദുഷ്കരം തന്നെയായിരിക്കും. എന്നിരുന്നാലും ഇത്തരം ഒരവസ്ഥയിലും കുത്തുവാക്കുകൾ പറയുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് താഴെയൊക്കെ ഒരുപാട് കമ്പനികൾ എനിക്ക് കാണാൻ പറ്റി. പ്രകൃതി നൽകിയ തിരിച്ചടിയാണ്, പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്തതിന് നൽകിയ തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോടൊന്നും പറയാനില്ല. എല്ലാം നഷ്ടപ്പെട്ട് പൊട്ടിക്കരുന്ന മനുഷ്യന്മാരെ നോക്കി ഇമാതിരി ചെറ്റവർത്താനം പറയാൻ ഉളുപ്പില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സഹായിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ദ്രോഹിക്കാതിരിക്കുക. എന്തായാലും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള ക്ഷമ ഉണ്ടാകുമാറാകട്ടെ. അത്ര എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.